മുൻകൂർ ജാമ്യാപേക്ഷയിൽ അപ്പോൾ കോടതി ഇന്ന് തീരുമാനമെടുത്തിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഫെബ്രുവരി 8-ാം തീയതിയേക്ക് കേസ് മാറ്റി എന്നുള്ളതാണ്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കാതെ 8-ാം തീയതിയിലേക്ക് ഈ കേസ് മാറ്റി എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സ്മൃതി, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് നേരത്തെ ഉള്ള ജാമ്യ വിധികളിലെല്ലാം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുത് എന്ന്. പക്ഷേ സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ കേസിൽ പോലും അതിനുശേഷവും അതേ വിഷയത്തിൽ വീണ്ടും ഈ പറയുന്ന അപഹസിക്കുന്ന രീതിയിൽ, പോലീസിനെ അപഹസിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പരാതിക്കാരെ അപഹസിക്കുന്ന രീതിയിലുള്ള വീഡിയോകളുമായി നിരന്തരം ഷാജൻ സ്കറിയ വരുന്നു എന്നുള്ള കാര്യം കോടതിയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര രൂക്ഷമായ വിമർശനം ഇതിലിപ്പോൾ പോലീസിന് മുമ്പാകെ വന്നിരിക്കുന്നത്. മാത്രമല്ല, ജാമ്യഹർജി തള്ളി ഒരുപാട് നാൾ ദൂരത്തേക്കാണ് കേസ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും പ്രധാനമാണ്. കാരണം എന്തുകൊണ്ടാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ഇനിയിപ്പോൾ ഈ പറയുന്ന 8-ാം തീയതിക്കുള്ളിൽ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതല്ലെങ്കിൽ കടവന്ത്ര പോലീസിന് മേൽ കടുത്ത സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം മുൻകൂർ ജാമ്യം തേടിയുള്ള ഒരു പ്രതിയുടെ കേസിൽ ഇങ്ങനെ ഒരു വിമർശനം നടത്തിയ കോടതിയുടെ മുമ്പാകെ വീണ്ടും യൂട്യൂബിൽ വീഡിയോയുമായി ഷാജൻ സ്കറിയ പ്രത്യക്ഷപ്പെട്ടാൽ അത് കേരള പോലീസിന് ആകെ നാണക്കേടുണ്ടാക്കുന്ന സ്ഥിതിയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഉറപ്പായും ഈ 8-ാം തീയതിക്ക് മുൻപേ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമായിരിക്കും പോലീസ് നടത്തിയിരിക്കുക. ഇത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് കോടതി അതിരൂക്ഷമായ വിമർശനം കേരള പോലീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ശ്രുതി, ഈ വിമർശനങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പ്രോസിക്യൂഷന്റെ ഭാഗത്ത് മറുപടി ഉണ്ടായിട്ടുണ്ടോ? കാരണം കേസിൽ നടപടികളുമായി മുന്നോട്ട് പോയിട്ടില്ല, പോലീസിന്റെ ഭാഗത്ത് വീഴ്ച എന്നാണ് പറയുന്നത്. ഷാജൻ സ്കറിയുമായി ബന്ധപ്പെട്ട് നിരന്തരം യൂട്യൂബിൽ വീഡിയോകൾ ഇടുന്നുണ്ട്, അത് എല്ലാ ദിവസവും എന്നതുപോലെ കാണുന്നു എന്ന കാര്യം കൂടിയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതുതന്നെയാണ് ശ്രുതി. ഇതിലിപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്ന ഒരു മറുവാദം എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഒളിവിലാണ്, കാണാനില്ല എന്ന വാദമാണ് പ്രധാനമായും പോലീസ് ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിമർശനങ്ങൾ പ്രധാനമായും കോടതി നടത്തുകയും ചെയ്തത്. ഇനിയിപ്പോൾ കടവന്ത്ര പോലീസിൻ്റെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ അടുത്ത 8-ാം തീയതി വീണ്ടും ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഇതിൽ എന്താണ് പോലീസ് എടുത്ത നടപടി എന്ന കാര്യം കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. അന്ന് ഒളിവിലാണെന്ന് പറഞ്ഞ പോലീസ് ഈ പറയുന്ന 8-ാം തീയതിക്കുള്ളിൽ ഇനിയിപ്പോൾ വീഡിയോയുമായി ഷാജൻ സ്കറിയ വരികയാണെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന കോടതിയുടെ ചോദ്യത്തിന് പോലീസിന് മറുപടി പറയേണ്ടതായി വരും. കാരണം കടവന്ത്ര പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയത്. കടവന്ത്ര പോലീസ് വരുത്തിയ വീഴ്ചയിലാണ് കേരള പോലീസിന് ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു പരാമർശം ജില്ലാ കോടതിയുടെ ഭാഗമായി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗൗരവമായ ഒരു കാര്യം. ഈ ജോജോ ജോസഫിനെതിരായി തന്നെ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയായി 50-ലേറെ വീഡിയോകൾ ഉണ്ട് എന്നുള്ളതാണ് പരാതിയുടെ ഭാഗമായി കോടതിയെ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട്. മാത്രവുമല്ല, ഈ അപകീർത്തികരമായ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോകൾ നീക്കം ചെയ്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞ് 5-6 വീഡിയോകൾ മാത്രം ഡിലീറ്റ് ചെയ്തു വന്ന അഭിഭാഷകനെയാണ് കോടതിയിൽ കണ്ടതെന്നുമാണ് കോടതിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഈ വിഷയം ഗൗരവത്തോടെ കോടതി എടുക്കുന്നു എന്നുള്ളതാണ്. സമാനമായ കുറ്റകൃത്യത്തിൽ ഇനി പങ്കാളിയാകരുത് എന്ന നിർദ്ദേശം കോടതിയിൽ നിന്നുണ്ടായിട്ടും അതിനെപ്പോലും പരിഹസിക്കുന്ന നിലയിൽ വീണ്ടും വീഡിയോ ചെയ്യുന്ന ഷാജൻ സ്കറിയയാണ് നമ്മൾ കണ്ടത്. ജോജോ ജോസഫിൻ്റെ കേസിലാണെങ്കിലും അത് തന്നെയായിരുന്നു അവസ്ഥ. ആദ്യം ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു, ആ രജിസ്റ്റർ ചെയ്ത FIR-നെതിരെ അതിനെ പരിഹസിച്ചുകൊണ്ട് വീണ്ടും വീഡിയോകൾ ചെയ്യുന്നു, അതിൽ വീണ്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ തുടർച്ചയായി ഒരാളെ അധിക്ഷേപിക്കുന്ന നിലയിലേക്കുള്ള വീഡിയോകൾ നിരന്തരം യൂട്യൂബ് വഴി സംപ്രേഷണം ചെയ്യുന്നു എന്നുള്ളതാണ് ഷാജൻ സ്കറിയക്കെതിരായ പരാതിക്ക് ആധാരം. ശ്രുതി, സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലെത്തിയാൽ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് പോകാറില്ല. പക്ഷേ ഇത് അറസ്റ്റ് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം കോടതി ചോദിച്ച പശ്ചാത്തലമുണ്ട്. അപ്പോൾ പോലീസിന് സ്വാഭാവികമായും നടപടികളിലേക്ക് കടക്കേണ്ടി വരില്ലേ പ്രസാദ്? ഉറപ്പായും സ്മൃതി, അത് തന്നെയാണ് ഇനിയിപ്പോൾ കടവന്ത്ര പോലീസിന്റെ മുന്നിലുള്ള പോംവഴി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടവന്ത്ര പോലീസ് തന്നെ ഷാജൻ സ്കറിയയുടെ ഈ കേസ് ആദ്യമായിട്ടല്ല കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോലീസിന്റെ വയർലെസ് സെറ്റ് മോഷ്ടിച്ചു എന്ന് പറയുന്ന കേസ് അതും കടവന്ത്ര പോലീസിലാണ് രജിസ്റ്റർ ചെയ്ത്. എറണാകുളം ജില്ലയിൽ തന്നെ, നഗരത്തിൽ തന്നെ നിരവധി പോലീസ് സ്റ്റേഷനുകളിലായി വേറെയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന ഷാജൻ സ്കറിയക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതികളിലെല്ലാം
കോടതിയുടെ ശ്രദ്ധയിലുള്ള വിഷയമായതുകൊണ്ടാണ് കടുത്ത വിമർശനത്തിലേക്ക് പോയത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ഷാജൻ സ്കറിയയെ സൈബർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ആ കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് അന്ന് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ജാമ്യം അനുവദിക്കുന്ന സമയത്ത് കോടതി പറഞ്ഞത് സമാനമായ കുറ്റകൃത്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം മുതൽ തന്നെ വീണ്ടും ഇത്തരം ആരോപണങ്ങളുമായി ഷാജൻ സ്കറിയ ഒരു തെളിവുകളുമില്ലാതെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെയാണ് പരാതികൾ കൂട്ടത്തോടെ നിരവധി പോലീസ് സ്റ്റേഷനുകളിലായി വന്നത്. ഏറ്റവും അവസാനം ഡോക്ടർ ജോജോ ജോസഫിന്റെ പരാതിയിലാണ് അതിരൂക്ഷമായ വിമർശനത്തിലേക്ക് കോടതി പോയിരിക്കുന്നത്. ചുരുക്കത്തിൽ കടവന്ത്ര പോലീസിന് വളരെ എളുപ്പം ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യാമെന്നിരിക്കെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യം കോടതിയിൽ നിന്നുണ്ടാകാനുള്ള കാരണം ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 8-ാം തീയതിയിലേക്കും ഈ കേസ് മാറ്റിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. വരുന്ന 8-ാം തീയതിക്കുള്ളിൽ കടവന്ത്ര പോലീസിന് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇത്രയേറെ രൂക്ഷമായ വിമർശനം സമീപകാലത്തൊന്നും കോടതിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കർശന നടപടിയിലേക്ക് കോടതി കടക്കുമ്പോൾ പോലീസിനത് കണ്ടു നോക്കി നിൽക്കാൻ കഴിയില്ല. കടവന്ത്ര പോലീസ് ആകെ പോലീസേനയ്ക്ക് അപമാനകരമാവുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായ ഇത്തരം വീഡിയോകൾ ആളുകൾക്ക് നേരെ അപകീർത്തികരമായ പരാമർശം നടത്തുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് നിരവധി പരാതികൾ ഉണ്ടാകുന്നതും അതിൽ മിക്കതിലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നതും അതിലെല്ലാം മുൻകൂർ ജാമ്യവുമായി പോകുന്ന സമയത്തും ഷാജൻ സ്കറിയയ്ക്ക് ഒപ്പം ചില പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഒരു രീതി ഉണ്ടാകുന്നത്. ശ്രുതി, ഒന്നുകൂടി ടി.വി. പ്രസാദ്, ഇന്നിപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന പരാമർശങ്ങൾ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ കടുത്ത പരാമർശങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ ആ പരാമർശങ്ങൾ ഒരിക്കൽ കൂടി. സ്മൃതി, ഇതിലെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡോക്ടർ ജോജോ ജോസഫ് ആയിരുന്നു പരാതിക്കാരൻ. ഡോക്ടർ ജോജോ ജോസഫിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒരു തെളിവുമില്ലാതെ ഷാജൻ സ്കറിയ തൻ്റെ യൂട്യൂബിലൂടെ അവതരിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആദ്യത്തെ പരാതിക്കുള്ള ആധാരം. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ജോജോ ജോസഫ് തൻ്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. അതിൽ കടവന്ത്ര പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ വീണ്ടും അതിലെ FIR ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോലീസിനെയും സംവിധാനത്തെയും പരാതിക്കാരനെയും അവഹേളിക്കുന്ന രീതിയിലുള്ള വീഡിയോ വീണ്ടും പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ടാര, ടോജോ, അലക്സ് അവരെ പോലെയുള്ള ചില പരാതികൾ നേരത്തെയും ഷാജൻ സ്കറിയക്കെതിരെ ഉണ്ടായിരുന്നു. അതിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നതും നമ്മൾ കണ്ടതാണ്. ഈ ജോജോ ജോസഫിനെതിരെ പരാതിയിൽ കേസെടുത്തതിന് ശരി, ഷാജൻ സ്കറിയ അറസ്റ്റ് ചെയ്യാത്തതിൽ പോലീസിന് രൂക്ഷ വിമർശനമാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്.